നമസ്കാരം. പ്രധാന വാർത്തകൾ. ആശാപ്രവർത്തകർക്ക് ആശ്വാസം. പ്രതിഫല കുടിശ്ശിക തീർത്ത് സംസ്ഥാന സർക്കാർ. ആശാവർക്കർമാരുടെ ഓണറേറിയം കുടിശ്ശിക വിതരണം ചെയ്ത് സർക്കാർ. ജനുവരി മാസത്തെ കുടിശ്ശികയാണ് സർക്കാർ വിതരണം ചെയ്തത്. ഇതോടെ 3 മാസത്തെ കുടിശ്ശിക വിതരണം പൂർത്തിയായി. ഇതിനു പിന്നാലെ തങ്ങളുടെ സമരം വിജയമാണെന്ന് പ്രതികരിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു രംഗത്തെത്തി. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും ബിന്ദു പറഞ്ഞു. KPCC രാഷ്ട്രീയകാര്യ സമിതി വെട്ടിച്ചുരുക്കും. അംഗങ്ങളുടെ എണ്ണം 10 കുറയ്ക്കും. നിലവിലെ ജംബോ കമ്മിറ്റി ഒഴിവാക്കും. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് തൽക്കാലം പരിഗണിക്കില്ല. KPCC നേതൃമാറ്റത്തിൽ ചർച്ച വേണ്ടെന്നാണ് ധാരണ. അതേസമയം വർക്കിംഗ് പ്രസിഡന്റ് പദവിയിൽ അഴിച്ചുപണി വരുമെന്നാണ് സൂചന. നേതൃമാറ്റ ചർച്ചകൾ നിഷേധിച്ച് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. പ്രസിഡന്റ് മാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും വ്യക്തമാക്കി. പാർട്ടിയിൽ ഒരു പ്രശ്നങ്ങളുമില്ലെന്നും എല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകൾ മാത്രമെന്നും VD സതീശൻ പറഞ്ഞു. മദ്യലഹരിയിൽ പിടിച്ചുതള്ളി കായികാധ്യാപകൻ മരിച്ചു. സുഹൃത്ത് അറസ്റ്റിൽ. മദ്യലഹരിയിൽ പിടിച്ചു തള്ളിയതിനെ തുടർന്ന് കായികാധ്യാപകൻ നിലത്തടിച്ച് വീണ് മരിച്ചു. പൂങ്കുന്നം ചക്കാമുക്ക് സ്വദേശി അനിലാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. അനിൽ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ അധ്യാപകനാണ്. സംഭവത്തിൽ സുഹൃത്ത് ചൂലിശ്ശേരി സ്വദേശി രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ റീജിയണൽ തിയേറ്ററിന് മുമ്പിലാണ് സംഭവം. ഇരുവരും നാടകോത്സവം കാണാൻ വന്നവരായിരുന്നു. അതേസമയം രാജു മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വെടിക്കെട്ടിനിടെ പന്തലിൽ തീപ്പൊരി വീണു. ക്ഷേത്രത്തിന് തീപിടുത്തം. തിരുവനന്തപുരം വർക്കലയിൽ ക്ഷേത്രത്തിൽ തീപിടുത്തം. ശിവരാത്രി ഉത്സവത്തിനിടെ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. വെടിക്കെട്ടിനിടെ തീപ്പൊരി പന്തലിൽ വീണതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ക്ഷേത്രത്തോട് ചേർത്തുള്ള താൽക്കാലിക പന്തൽ കത്തി നശിച്ചു. തീ നിയന്ത്രണ വിധേയമായി. ആളപായമില്ല. ഓലമേഞ്ഞ താൽക്കാലിക പന്തലാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ശിവരാത്രി ആഘോഷമായതിനാൽ ക്ഷേത്രത്തിൽ നിരവധി പേരുണ്ടായിരുന്നു. അഗ്നിശമന സേന ഉടനെ സ്ഥലത്തെത്തി തീയടച്ചതോടെയാണ് വലിയ ദുരന്തം ഒഴിവായത്. മുൻ MLA-യും CPI നേതാവുമായ P. രാജു അന്തരിച്ചു. CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ MLA-യുമായ P. രാജു അന്തരിച്ചു. 73 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 1991-ലും 96-ലും വടക്കൻ പറവൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2 തവണ CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി. എറണാകുളം ജില്ലയിലെ CPIയുടെ കരുത്തുറ്റ നേതാവായിരുന്നു. CPI സംസ്ഥാന കൗൺസിൽ അംഗവും ജനയുഗം കൊച്ചി യൂണിറ്റ് മാനേജറുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവസാന കാലത്ത് പാർട്ടിയുമായി ഇടഞ്ഞ P. രാജു പൊതുമണ്ഡലത്തിൽ സജീവമായിരുന്നു. സഹപ്രവർത്തകന്റെ മാനസിക പീഡനം. വയനാട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ജീവനക്കാരി ആത്മഹത്യക്ക് ശ്രമിച്ചു. ക്ലർക്കായ ജീവനക്കാരിയാണ് ഓഫീസിലെ ശുചിമുറിയിൽ കയറി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ജോയിന്റ് കൌൺസിൽ നേതാവ് മാനസികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യാ ശ്രമം. ആഭ്യന്തര പരാതി പരിഹാര സമിതിക്ക് പരാതി നൽകിയ ജീവനക്കാരിയെ വനിതാ കമ്മീഷന്റെ സിറ്റിംഗിൽ വെച്ച് മോശമായി ചിത്രീകരിച്ചു എന്ന് സഹപ്രവർത്തകയും ആരോപിച്ചു. വയനാട് കളക്ടറേറ്റിൽ NGO യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി. 14-കാരന്റെ മർമ്മഭാഗത്തും തുടയിലും വയറിലും ബെൽറ്റ് കൊണ്ടടിച്ചു. പിതാവ് അറസ്റ്റിൽ. പത്തനംതിട്ട കൂടലിൽ മദ്യലഹരിയിൽ 13-കാരനായ മകനെ ക്രൂരമായി മർദ്ദിച്ച പിതാവ് അറസ്റ്റിൽ. കൂടൽനെല്ല് മുരിപ്പ് സ്വദേശി രാജേഷാണ് പിടിയിലായത്. കൂടൽ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു കുട്ടിയെ പ്രതി ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെ ദൃശ്യങ്ങൾ സഹിതം ശിശുക്ഷേമ വകുപ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിനി വീടിനുള്ളിൽ മരിച്ച നിലയിൽ. മറ്റൊരിടത്ത് വീടിന് സമീപം യുവാവും മരിച്ച നിലയിൽ. പാലക്കാട് വിദ്യാർത്ഥിനിയും യുവാവും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് മുതലമടയിലാണ് വിദ്യാർത്ഥിനിയും യുവാവും തൂങ്ങി മരിച്ചത്. മുതലമട സ്വദേശികളായ അർച്ചന, ഗിരീഷ് എന്നിവരെയാണ് 2 ഇടങ്ങളിലായി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുതലമട പത്തിച്ചിറയിലെ വീട്ടിനുള്ളിലാണ് അർച്ചനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുതലമട മിനുക്കുംപാറയിലെ വീടിന് സമീപമാണ് ഗിരീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് ആരംഭിച്ചു. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ഭക്ഷണം വിളമ്പുന്ന സമയത്ത് ബഹളം. ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനെ വളഞ്ഞിട്ട് തല്ലി പ്രതികൾ. ആലുവ സബ് ജയിലിൽ ലഹരി കേസിലെ പ്രതികൾ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറെ മർദ്ദിച്ചു. ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം. അങ്കമാലി ലഹരി കേസിലെ പ്രതികളായ അഫ്സൽ ഫരീദ്, ചാൾസ് ഡെന്നീസ്, മുഹമ്മദ് അസാർ, മുനീസ് മുസ്തഫ എന്നിവർ ചേർന്നാണ് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ KG സരിനെ വളഞ്ഞിട്ട് തല്ലിയത്. ഭക്ഷണം വിളമ്പുന്ന സമയത്ത് ഒച്ചപ്പാടുണ്ടാക്കിയ അഫ്സലിനെ സൂപ്രണ്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അക്രമം. ബഹളമുണ്ടാക്കിയ അഫ്സലിനെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ 4 പേരും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ജയിലിന്റെ ഓഫീസിനും നാശനഷ്ടങ്ങൾ വരുത്തി. സംഭവത്തിൽ ജയിൽ അധികൃതരുടെ പരാതിയിൽ ആലുവ പോലീസ് കേസെടുത്തു.
ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന അഭിമുഖത്തിൽ വിശദീകരണവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും എംപിയുമായ ശശി തരൂർ തന്റെ അഭിമുഖം പത്രം വളച്ചൊടിച്ചുവെന്നും തന്നെ അപമാനിച്ചുവെന്നും ശശി തരൂർ എക്സിൽ കുറിച്ചു. നാളെ കോൺഗ്രസ് നേതൃയോഗം ചേരാനിരിക്കെയാണ് തരൂരിന്റെ വിശദീകരണ കുറിപ്പ്. പുതിയ പോഡ്കാസ്റ്റ് പരിപാടിക്ക് ശ്രദ്ധ നേടാനും വാർത്ത സൃഷ്ടിക്കാനും ചെയ്ത കാര്യങ്ങൾ നാണക്കേടുണ്ടാക്കുന്നതാണെന്നും തരൂർ കുറിച്ചു. പോഡ്കാസ്റ്റ് മുഴുവൻ പുറത്തു വന്നതോടെ കാര്യങ്ങൾ വ്യക്തമായെന്നും തരൂർ പറഞ്ഞു. ഒരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശമില്ല. താൻ പറയാത്ത കാര്യം തലക്കെട്ടാക്കി അപമാനിച്ചെന്നും വേട്ടയാടിയെന്നും തരൂർ ആരോപിച്ചു.